നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ചിലരെ തകർക്കാൻ പെണ്ണ് കേസ് വേണം, ചിലരെ തകർക്കാനാണെങ്കിലോ മറ്റ് അഴിമതി കേസുകൾ മാത്രം മതിയാവും. എന്നാൽ പത്തനാപുരത്തുകാരനായ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പേര് KB ഗണേഷ് കുമാർ എന്നാണ്. ആ KB ഗണേഷ് കുമാറിനെ തകർക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 പയറ്റിക്കൊണ്ടിരിക്കുകയാണ് പലരും. അവിടെ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന നേതാവ് മുൻപേ തന്നെ പോസ്റ്ററും ഫ്ലെക്സും അടിച്ച് കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ ചാമക്കാല ഇപ്പോൾ വരും എന്നും പറഞ്ഞിട്ട്. പക്ഷേ ചാമക്കാല കാലം എത്തുന്നതിന് മുമ്പ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. എന്നാൽ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രിക്കെതിരായി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിനു മുൻപ് കൊടുത്ത ഒരു പരാതിയും അതിനെ തുടർന്നുള്ള തർക്കങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ കേട്ടതാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു കുടുംബ പ്രശ്നമാണ്. അതായത് ഒരു ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഒരു ഭാര്യ കണ്ടു, അത്രേ മുറിക്കുള്ളിൽ കണ്ടു, അതിനെ തടയാൻ ശ്രമിച്ചു. അത് മറ്റൊരു സ്ത്രീയുമായി അതിനെ ഒരു കേസായിട്ട് പോലും പരിഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതായത് ഈ പറയുന്ന മന്ത്രിയുടെ ഭാര്യ KB ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ ഒരു ഘട്ടത്തിൽ പോലും അവർ ആശുപത്രിയിൽ എവിടെയും അഡ്മിറ്റ് ആയിട്ടില്ല. മന്ത്രി ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ മന്ത്രിയുടെ PA പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ ആരെങ്കിലും കയറി അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ടും നമ്മുടെ യൂത്തന്മാർ ഇതിനെ ഒരു വലിയ വിവാദമാക്കി അങ്ങ് മാറ്റി. KSRTC ബസ്സുകളിൽ കൊണ്ടുവന്ന് കോഴിയുടെ പടം ഒട്ടിക്കുക, പിന്നെ വഴി കിടന്നുകൊണ്ട് പിന്നെ തുണിയില്ലാതെ സമരം ചെയ്യുക എന്ന് തുടങ്ങി വിവിധങ്ങളായ നടപടിക്രമങ്ങളും സമരപരിപാടികളുമായി ഇവിടുത്തെ യൂത്തന്മാരങ്ങ് അരങ്ങ് വാഴുകയായിരുന്നു. മന്ത്രിയെ വഴി കണ്ട തടയും, ഇതാ പ്രശ്നം. വലിയ കുഴപ്പമായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാർക്ക്. മന്ത്രിയെ വഴിയെ കണ്ടാൽ തടയും, അവിടെ കോഴിയുടെ പടം കൊണ്ട് നടക്കുക. ഇതിനെക്കാട്ടി വലിയൊരു മുതുകോഴിയുള്ള പാർട്ടിയിലെ നേതാക്കന്മാരാണ് ഈ പണി കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇതിനെക്കാട്ടി വലിയ മുതുകോഴി, അതിനെക്കാട്ടി വലിയൊരു കോഴി ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ അങ്ങ് മലപ്പുറത്ത് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ PA അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി. അതുവരെ നടന്ന ഒരു നാടാണിത്. അതുപോലെ സംഭവിച്ചതാ. ഇവിടുത്തെ പല നേതാക്കന്മാർക്കും അല്ലെങ്കിൽ പല വനിതാ നേതാക്കന്മാരും സീറ്റ് കിട്ടാൻ വേണ്ടി ഇന്നാട്ടിലെ വലിയ മുതിർന്ന പല നേതാക്കന്മാർക്കുമെതിരെ ഇവിടെ സ്ത്രീപീഡന ആരോപണം വരെ ഉന്നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് മറന്നുകൊണ്ടാണ് ഈ പറയുന്ന കുറേ യൂത്തന്മാർ കോഴിയുടെ പടവും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ആ കോഴിയുടെ പടത്തിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തല വെട്ടി ഒട്ടിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. എങ്കിൽ എല്ലാം കറക്റ്റായി മാറിയേനെ. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിനെതിരെ സമരവുമായിട്ട് രംഗത്തൊക്കെ ഇറങ്ങിയത്. എന്നാൽ എന്തുകൊണ്ടാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന നേതാവിന് ഇത്രത്തോളം ആൾക്കാർ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇത്രത്തോളം കോൺഗ്രസ്സുകാർ ഭയക്കുന്നതിന് കാരണം എന്താ? കാരണങ്ങളുണ്ട്. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് പലപ്പോഴും സത്യം തുറന്നു പറയുന്ന ഒരു നേതാവാണ്. പലപ്പോഴും മുഖം നോക്കാതെ പലരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അത് വളരെ സരസമായി പല കാര്യങ്ങളും വിളിച്ചു പറയും എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഒരു ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഗതാഗത വകുപ്പ് നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം ക്രമേണ മരണപ്പെടും, അതായത് അത് ഇല്ലാണ്ടായി പോവും എന്ന് പറഞ്ഞ ഒരു മന്ത്രിയായിരുന്നു. ഒരു മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഉത്തരവാദിത്തരഹിതമായ വാക്കുകളായിരുന്നു ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞത്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ പറയാൻ പാടില്ല ഒരു മന്ത്രി. ഇതേപോലെ പറഞ്ഞ ഒരാൾ ഉമ്മൻചാണ്ടി തന്നെയാണ്. 2041 വരെ കൊടുത്ത് തീർത്താൽ പോലും തീരാത്തത്രയും ബാധ്യതയായി ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരാളാണ് ഉമ്മൻചാണ്ടി. അതും നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനില്ലെന്നും അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ മുണ്ട് മുറുക്കിയെടുത്ത് ശീലിക്കണമെന്നും പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ നമുക്കറിയാം. ആ മുഖ്യമന്ത്രിയുടെ പേര് AK ആന്റണി എന്താണെന്നും നമ്മൾ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അന്ന് AK ആന്റണിയെ അനുകരിക്കുന്ന കുറേ മിമിക്രി കലാകാരന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 5 പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും AK ആന്റണിയെ നമ്മുടെ മിമിക്രി കലാകാരന്മാർ അനുകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എത്രത്തോളം ദുരന്തപൂർണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല, KSRTCയെ നേരിട്ട് നോക്കി നടത്താൻ കാശില്ല, ഇവിടെ ഒന്നിനും കാശില്ലാത്ത ഒരവസ്ഥ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന UDFകാർ ഇവിടെ വലിയ തോതിലുള്ള വികസനങ്ങൾ സാധ്യമാക്കുക എന്നൊരു വലിയ ചോദ്യം നമ്മുടെ കയ്യിലില്ലേ? അപ്പോൾ സ്വാഭാവികമായും നമുക്കതിൽ ഊഹിക്കാം ഇവിടെ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, വികസനമൊന്നും നടന്നിട്ടുമില്ല. അന്ന് AK ആന്റണി നടത്തിയ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ചാരായ നിരോധനവും 1-ാം തീയതിയുള്ള ബാറും ഡ്രൈ ഡേയുമായിരുന്നു.
അതായിരുന്നു എ കെ ആന്റണിയുടെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ. അല്ലാതെ വേറെ ഒന്നും എ കെ ആന്റണി കേരളത്തിന് വേണ്ടി വികസിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ KSRTC എന്ന് പറയുന്ന ഒരു വകുപ്പിനെ ഇന്ന് നമ്മൾ കാണുന്ന ഏകദേശം 1,93,00,000 രൂപ പ്രതിദിന വരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു മന്ത്രി കഷ്ടപ്പെട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേര് KB ഗണേഷ് കുമാർ എന്ന് തന്നെയാണ്. ഒരു മന്ത്രിക്ക് വേണ്ട വിഷൻ, അതായത് ഒരു വകുപ്പ് തന്നെ ഏൽപ്പിക്കുമ്പോൾ ആ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വകുപ്പിനെ, അതെന്തുമായിക്കോട്ടെ, അത് KSRTC ആവും, ധനകാര്യമാവും, ഏത് വകുപ്പുമാകാം, ആ വകുപ്പിനെ തന്നാലാവും വിധം വളർത്തി മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ഒരു മന്ത്രി നല്ല മന്ത്രിയായി മാറുന്നത്, ശക്തനായ മന്ത്രിയായി മാറുന്നത്. അദ്ദേഹം പിന്നെ ഫ്രീ ടൈമുകളിൽ അദ്ദേഹം ചിലപ്പോൾ പെണ്ണ് പിടിക്കാൻ പോകുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം അവരുടെ പെൺസുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുമായിരിക്കും, കറങ്ങുമായിരിക്കും, ഒരുപക്ഷെ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ തറക്കല്ലിട്ടതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് മുങ്ങി, പിന്നെ എവിടെയാട്ടോ പോയെന്നറിയില്ല. ഇവിടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലിൻ്റെ, മഹാത്മാഗാന്ധിയുടെ പേര് വിട്ടിക്കൊണ്ട് ഇവിടെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് മാറ്റി. അപ്പം പിന്നെ ഈ പേര് മാറ്റിയ സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി എവിടെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം പിന്നെ ജർമ്മനിയിലായിരുന്നു. ജർമ്മനി BMW ബൈക്ക് ഓടിച്ച് കളിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പം ഫ്രീ ടൈമുകളിൽ അവർക്ക് എന്തോ ആകാം. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പട്ടായയിൽ വരെ ടൂർ പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. ഇവിടെ രാജ്യം ഭരിക്കേണ്ട ഒരു പ്രധാനമന്ത്രി ആകേണ്ട ഒരു വ്യക്തിയാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷെ അറിയില്ല, എന്നാലും നമുക്ക് അങ്ങനെ വെക്കാം. രാജ്യത്തിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഒരു വ്യക്തി പട്ടായയിൽ വരെ ടൂർ പോയിട്ടുണ്ട്, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പരിപാടി കളഞ്ഞിട്ട്. എന്നാൽ നമ്മളിവിടെ നോക്കൂ, KB ഗണേഷ് കുമാർ ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട്. KB ഗണേഷ് കുമാർ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം ഒരു ഇമാജിനേഷൻ, അല്ലെങ്കിൽ ഏതൊരു വകുപ്പിനെയും അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയെയും കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ഇമാജിനേഷൻ ഉണ്ടാകും, ചില സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം. അപ്പം നമ്മുടെ ഇപ്പം നിരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് സർവീസുകൾ ഏതൊക്കെ തരത്തിൽ ലാഭകരമാക്കി മാറ്റാം. അദ്ദേഹം ടയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ടയർ എന്താ, ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ചിലവുള്ള ഭാഗം ടയറാണ്. ആ ടയർ ഏത് രീതിയിലാണ് പുതിയ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ടയർ റൊട്ടേഷൻ എങ്ങനെയാണ്. അപ്പം വാഹനത്തെക്കുറിച്ച് ടെക്നിക്കലായിട്ടുള്ള അറിവും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇതൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ അദ്ദേഹം പുതുതായിട്ട് പറയുന്നൊരു കാര്യം എന്താണ്, ടയർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സാധാരണഗതിയിൽ ഒരു പർച്ചേസ് ചെയ്യാണ്, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാണ്. ഇത് അങ്ങനെയല്ല, ഒരു കമ്പനിക്കാരുമായി സഹകരിച്ചുകൊണ്ട് ആ ടയർ ഓടുന്ന കിലോമീറ്ററിനനുസരിച്ച് പണം കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ, ഒരു കിലോമീറ്ററിന് ഇത്ര നിശ്ചിതപ്പെടുത്തിയൊരു തുക അങ്ങ് കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം വെറുതെ വാഹനങ്ങൾ ഓടാതിരിക്കാൻ വേണ്ടി അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു AI ടെക്നോളജിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ ബസ്സുകളുടെ സമയക്രമവും വേഗതയും ഒക്കെ നിയന്ത്രിക്കാൻ അവിടുത്തെ ATOമാർക്ക് നിർദ്ദേശം നൽകുന്ന തരത്തിലുള്ള സംവിധാനം. ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് അതോടൊപ്പം നമ്മുടെ ഇവിടെ ചില ഈ പറയുന്ന ഇവിടുത്തെ പോളിടെക്നിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നമ്മുടെ വാഹനത്തിനുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുറത്തുപോയി, അതായത് സംസ്ഥാനത്തിന് പുറത്തുപോയി ചെയ്യേണ്ട ഏറ്റവും ചാർജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ടതായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ആ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ ആ KSRTCക്ക് ആ പണം ലാഭിക്കാൻ കഴിയും എന്ന് വരെ ചിന്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വിഷൻ ആയിരിക്കണം എപ്പോഴും ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. KSRTC ബസ്സുകൾ കേരളം മുഴുവൻ കടന്നോടുമ്പോൾ അതിനൊരു കൊറിയർ സംവിധാനം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു. അപ്പം നമുക്ക് KSRTCയിൽ സാധനങ്ങൾ കൊടുത്തുവിടാൻ കഴിയുന്ന ഒരു സംവിധാനം കൊറിയർ ചെയ്യാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വേറൊരു കമ്പനിയെ ഏൽപ്പിച്ച് അതിനെയും കുറേ ലാഭകരമാക്കി ഒരു നിശ്ചിത ശതമാനം അവർക്ക് നൽകിക്കൊണ്ടൊരു സംവിധാനം കൊണ്ടുവരാം. ഇങ്ങനെ ഈ രീതിയിലെല്ലാം ടിക്കറ്റ് ഇതര വരുമാനം കൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് KSRTCയെ റീഡിസൈൻ ചെയ്ത ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അതായത് പത്തനാപുരം എന്ന് പറയുന്ന സ്വന്തം മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയും അദ്ദേഹം വികസനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്കൂളുകൾ, അവിടുത്തെ ആശുപത്രികൾ, അവിടുത്തെ പാലങ്ങൾ, കെട്ടിടങ്ങളെല്ലാം നമ്മൾ ഏതെടുത്ത് പരിശോധിച്ചിരുന്നാലും ആ മേഖലയിലും അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ, അടിസ്ഥാന മേഖലയിൽ പോലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നാട്ടിലെ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ആക്സസിബിലിറ്റി ഉള്ള ഒരു നേതാവായി, ഒരു മന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയല്ലേ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരാളെ അടയാളപ്പെടുത്തേണ്ടത്? ഒരു വകുപ്പ് കയ്യിലോട്ട് കിട്ടുമ്പോൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വകുപ്പിനെ ഇന്ന് ലാഭത്തിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലേ? അതല്ലേ പിന്നെ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ യദു എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ കാണാതെ പോയതുമായി ബന്ധപ്പെട്ട സംഭവം ഇനി അത് മാറുകയാണ്. അത് മാറിക്കൊണ്ട് ഹാർഡ് ഡിസ്കിലേക്ക് CCTVകൾ കണക്ട് ചെയ്യുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു.
അപ്പോൾ ഒരു വകുപ്പിനെ ഒരു ദിശാബോധത്തോടു കൂടി കാണുകയും എന്തെല്ലാം കാര്യങ്ങൾ ഒരു വകുപ്പിനകത്ത് കൊണ്ടുവരാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെയാണ് ശരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള നേതാവിനെയാണ് ജനത്തിന് വേണ്ടത്. അല്ലാതെ മാധ്യമ ചാനലുകൾ കയറിയുന്നുണ്ട്, ചാനലുകളുടെ പ്രൈം ടൈം ന്യൂസിനകത്ത് കയറിയുന്നുണ്ട്, പരസ്പരം തെറി വിളിക്കുന്ന നേതാക്കന്മാരെ അല്ല സത്യത്തിൽ വേണ്ടത്. അത്തരം നേതാക്കളെയൊക്കെ വിജയിപ്പിച്ചുവിട്ട് എന്ത് കാണിക്കാനാണ്? ജ്യോതികുമാർ ചാമക്കാലയെ പോലൊരു നേതാവിനെ ഇവിടെ കൊടുത്തു വിട്ടിട്ട് എന്ത് കാര്യമാണ്? ഇത് നമുക്കറിയാം, നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ സമയത്താണ് അവിടെ ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ കുട്ടി അവിടെ മരണപ്പെടുന്നു ഷോക്കേറ്റിട്ട്. ആ പറയുന്ന സമയത്ത് ഈ ജ്യോതികുമാർ ചാമക്കാല അടക്കം അവിടെ പോയി എന്തൊക്കെ ഷോയാണ് കാണിച്ചത്, എത്ര അപഹാസ്യരായി മാറി. അന്ന് ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ജനറൽ ആശുപത്രിയിലേക്ക് ഉള്ള റോഡ് ഉപരോധിക്കുന്നു. അവിടേക്ക് വരേണ്ട ആംബുലൻസുകൾ, രോഗിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ, ബസ് സർവീസുകൾ, ഇതിനെല്ലാം ഉപരോധിക്കുന്ന നാണം കെട്ട നാറിയ ഒരു പരിപാടി കാണിച്ച കൂട്ടരാണ് ഈ ജ്യോതികുമാർ ചാമക്കാല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുട്ടി മരിച്ചതിൻ്റെ പ്രതിഷേധത്തിന് പോയവർ അതിൻ്റെ ആശുപത്രിയുടെ തിണ്ണക്കിരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കാണിക്കുന്ന, ഇത്രയും അപഹാസ്യതരം കാണിക്കുന്ന ഒരു നേതാവിനെയാണോ പത്തനാപുരത്തുകാർക്ക് വേണ്ടത്? ചിന്തിച്ചു നോക്കുക. അവിടെ പോയതുകൊണ്ട് ഇത് സർക്കാർ ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് പറഞ്ഞു. സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നാണ് ഈ ജ്യോതികുമാർ ചാമക്കാലനെ വിശേഷിപ്പിച്ചത്. പിന്നീടാണ് അത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുണ്ടാക്കിയിരുന്ന കെണിയാണെന്നും കുട്ടി അറിയാതെയാണ് അതിനകത്ത് പെട്ടുപോയെന്ന് മനസ്സിലാവുന്നത്. വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഇതുമില്ല, കുട്ടി അറിയാതെ അതിനകത്ത് പോയി വീണതാണ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ആൾ അനധികൃതമായി കെട്ടിയ കമ്പിവേലിയാണെന്നും അതായത് ഇലക്ട്രിക് ഫെൻസിങ് ആണെന്നും ഇതിൻ്റെ ഈ പറയുന്ന ആൾക്കാർ കോൺഗ്രസ്സുകായുള്ള ഒത്തുകളി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഇതിനു വേണ്ടി പരിശ്രമിച്ച് ഇങ്ങനെ ഒരു സാധനം ചെയ്തു കൊടുത്തതെന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നു. ആരപ്പോൾ തേഞ്ഞു? ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തേഞ്ഞു. ഇതല്ലേ അന്ന് നിലമ്പൂർ സംഭവത്തിലുണ്ടായത്? അവരാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനിയായ സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നൊരു 1000 ആവർത്തി മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞിട്ട് നടന്ന ഈ ജ്യോതികുമാർ ചാമക്കാലയെ പോലെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണോ ഇനി പത്തനാപുരത്ത് നിന്ന് ജയിച്ചു വരാൻ? പത്തനാപുരത്തുകാർ ചിന്തിക്കുക. കാര്യം ഇത്രയും ഏബിളായിട്ടുള്ള കഴിവുറ്റ ഒരു മന്ത്രിയാണോ വേണ്ടത്? ഈ പറയുന്ന ചാനൽ ചർച്ചയിൽ പോയിരുന്നുണ്ട് പരസ്പരം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയെ പോലൊരു നേതാവിനെയാണോ വേണ്ടത് എന്ന് സത്യത്തിൽ പത്തനാപുരത്തുകാർക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.